വളരെ ചെറിയൊരു റിമൈൻഡർ, നാളെ മുതൽ ന്യൂ ഇയർ വരെ 75 ദിവസമാണുള്ളത്. ആർക്കെങ്കിലും 75 ഹാർഡ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കോ. ന്യൂ ഇയറിൻ്റെ അന്ന് അത് കംപ്ലീറ്റ് ചെയ്തൊരു സന്തോഷത്തോടു കൂടി അടുത്ത വർഷം തുടങ്ങാൻ പറ്റും. അതിലും മികച്ചൊരു കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റാർട്ട് വേറെ കിട്ടാനില്ല. അതുകൊണ്ട് കിട്ടിയ അവസരമാണ്. ഓരോരുത്തർക്കും ഓരോ 75 ഹാർഡ് ചലഞ്ച് ആയിരിക്കും. നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾ ഏത് വർക്കാണോ പ്രോസസ്സാണോ എത്തിക്കുന്നത്, ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് 75 ദിവസം ചെയ്യാം. ഇതൊരു തമാശയില്ല, ഇതിലും മികച്ചൊരു തുടക്കം നമുക്കിനി കിട്ടാനില്ല. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. യുവർ 75 നോട്ട് യോസ്. അവർ 75 ഡേ ചാലഞ്ച് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ടുമോറോ. ഈ വർഷത്തെ ന്യൂ ഇയർ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ. നമ്മുടെ റെസൊല്യൂഷൻ ന്യൂ ഇയറിൻ്റെ അന്ന് കംപ്ലീറ്റ് ചെയ്തൊരു ഫീൽ വരട്ടെ. ഒരു കാര്യം കൂടി, ആരൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. നാളെ ഡേ 1 എന്ന് കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 75 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കമന്റ് ഹാപ്പി ന്യൂ ഇയർ ചലഞ്ച് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ വർഷത്തെ റെസൊല്യൂഷനിൽ നമുക്ക് ചെറിയൊരു ഇങ്ങനത്തെ ഒരു മാറ്റം വരുത്താം. നമ്മൾ ന്യൂ ഇയർ തുടങ്ങുന്നതേ ഒരു റെസൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം. നമ്മൾ ഈ വിചാരിച്ച ഗോൾസിലേക്ക് എത്തുക എന്ന പോയിന്റിനേക്കാളും വലുത് ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഡിസിപ്ലിൻഡ് സ്ട്രക്ചർ കിട്ടുകയാണ്. നമുക്ക് എപ്പോഴും പാളി പോകുന്നത് ആ സംഭവം. അതായത് 1-ാം തീയതിക്ക് ശേഷം ഒരു സ്ട്രക്ചർ കിട്ടാനാ പണി. നമ്മൾ 1-ാം തീയതി തുടങ്ങാൻ പോകുന്നത് 75 ദിവസത്തെ സോളിഡ് ഡിസിപ്ലിൻഡ് സ്ട്രക്ചർ വെച്ചായിരിക്കും. ലെറ്റ്സ് നോട്ട് മിസ് ദിസ് ചാൻസ്. നമുക്ക് ആവുന്ന പോലെ നമ്മുടെ മാക്സിമം എഫേർട്ടിൽ നമ്മൾ ഈ 75 ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ നാളെ ഡേ 1.